അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ വീട്ടിലാണ്, ഈ കടവന്ത്രയിലെ വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്നാണ് ഇവരെ കാണാതായി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കടവന്ത്ര പോലീസിൽ ഇത് സംബന്ധിച്ച് മിസ്സിംഗ് കേസ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നവരുടെ വീട്ടുപേര് ശിവകൃപ എന്നതാണ് വീട്ടുപേര്. പി ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഈ സുഭദ്രയുടെ മകനാണ്. ഈ വീട്ടിൽ നിന്നുമാണ് അവരെ കാണാതാകുന്നത്. ഈ വീട്ടിൽ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഈ ആളുകളാണ്. ഇവിടുത്തെ പ്രദേശവാസികളായിട്ടൊക്കെ വളരെയേറെ സൗഹൃദ അന്തരീക്ഷത്തിൽ പോകുന്നതാണ് എന്നാണ് തൊട്ട അയൽവാസിയായ സ്ത്രീയുമൊക്കെ പറയുന്നത്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഇവരെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചുമൊക്കെ നല്ല മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. സാധാരണ എല്ലാവരെയും പോലെ ഇടപഴകുന്ന ഒരു ആളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ മറ്റ് അയൽവാസികളോടുകൂടി ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. അവർ പറയുന്നു ഈ പരിസരത്ത് തന്നെ ഉണ്ടാവുള്ളൂ, അവരൊരിടത്തും പോവില്ല. എവിടെയെങ്കിലും പോയി മാറി താമസിക്കുക? ഇല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചെയ്യില്ല അവർ. എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 19 വർഷത്തൊക്കെ പരിചയമുണ്ട് ഇവിടെ, 1-2 അല്ല. അവസാനമായിട്ട് എപ്പോഴാണ് കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കടയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ പതിവില്ലാതെ അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോവാറില്ല. അപ്പോൾ ആണ് സംശയം തോന്നി. ഞാൻ നോക്കി അവിടെ വരെ ടേൺ വരെ അത്രയും നമ്മുടെ സൈറ്റ് കിട്ടുന്നുള്ളല്ലോ. പിന്നെ അവരെങ്ങോട്ടാണ് പോയതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അതിനുശേഷം വൈകുന്നേരം രാത്രി അവർ ഇവിടെ വന്നിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് ഒരു കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ രാത്രി. അപ്പോൾ രാവിലെ പതിവില്ലാതെ ഇങ്ങനെ പോകുന്നത് കാണുന്നു. അതിനുശേഷം വൈകുന്നേരം ഈ ഒരു കിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ആ വീട്ടിൽ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയിട്ടില്ല. ആ സമയം വരെ അവരുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് അവസാനം അവിടെയാണ് കൊടുത്തത്. അവരുടെ മക്കൾ പിന്നെ ഇവിടെ വന്നിട്ട് എത്ര പ്രാവശ്യം വന്നിരുന്നു. അവർ പിന്നീട് കാണാതായിട്ട് മക്കൾ അന്വേഷിച്ചു, പിടിച്ചു. പിന്നെ പോലീസുകാരൊക്കെ വന്നു. അവർ എന്നോടും സ്റ്റേറ്റ്മെൻ്റൊക്കെ എഴുതി കൊണ്ടുപോയി. കാണാതായവർ എപ്പോഴാണ് അറിയുന്നത്? കാണാത്ത വിവരം ഞായറാഴ്ച വിവരം അറിഞ്ഞു, അന്വേഷണം തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ പോയി അന്വേഷിച്ചിരുന്നോ? എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പോയിരുന്നോ ഇവരെ കാണാത്ത സാഹചര്യത്തിൽ? അല്ല, അങ്ങനെ ഒരു ഇതില്ലല്ലോ നമുക്ക്. അവർ കാണാനില്ല എന്നൊരു ചിന്തയില്ല. തൽക്കാലം കണ്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും എന്നൊരു പ്രതീക്ഷയിൽ മാത്രമേ ഉള്ളൂ. ഇല്ല, അന്വേഷണം ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ സാധാരണ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്ക് ഈ അമ്പലമായിട്ടുള്ള ഭയങ്കര കൂടുതൽ ഇതാണ്. പിന്നെ വേറെ കാര്യം കൂടി പറയാനുണ്ട്. അവരുടെ കൂട്ടിൽ ആളുകളുണ്ടെങ്കിൽ ഈ സപ്താഹം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അമ്പലങ്ങളിൽ. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കും. അവരതൊക്കെ കഴിഞ്ഞ ആഹാരമൊക്കെ കഴിഞ്ഞ് ക്ലീനായ അതിന് എല്ലാ ചട്ടവട്ടം തീർന്നതിന് ശേഷം അവർ വരുള്ളൂ. അപ്പോൾ ചില ദിവസം താമസിക്കും, അത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക മൈൻഡാണ്, അല്ലാതെ പുറത്തോട്ട് പോവില്ല, ആരെക്കൊണ്ടും പോവില്ല. എന്തായാലും ഈ അയൽവാസികൾ ഉൾപ്പെടെ പറയുന്നത് അതുതന്നെയാണ്. അതായത് ഇവർക്ക് അങ്ങനെ പുറത്തേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. അത്തരം പോകേണ്ട സാഹചര്യം ഒന്നും ഉണ്ടായിട്ടുമില്ല. ഈ അമ്പലങ്ങളിലും മറ്റുമൊക്കെ പോകാറുണ്ട്. അമ്പലങ്ങളിലെ സപ്താഹങ്ങളിലും മറ്റുമൊക്കെ പോയി ആ സപ്താഹങ്ങളിൽ പങ്കെടുക്കുകയും ശേഷം പിന്നീട് വൈകിയാണെങ്കിൽ പോലും വീട്ടിലെത്തുന്ന ഒരു പ്രകൃതമാണുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് അകത്തേക്ക് നോക്കിയാൽ, ഈ വീടിൻ്റെ അകത്തേക്ക് നോക്കിയാൽ കാണാം, വീട് അകത്ത് ഒരു അലമാരയുണ്ട്. ആ അലമാര തുറന്ന് കിടക്കുന്ന നിലയിലാണ്. സാധാരണഗതിയിൽ ഒരാൾ വീട് പൂട്ടിപ്പോകുമ്പോൾ ഈ അലമാരയൊക്കെ അടച്ചു പൂട്ടിയിട്ടാണ് പോകാറ്. ഒരുപക്ഷെ എന്താണെന്നറിയില്ല, നിലവിലിപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം ഈ വീടിന് പുറത്തു നിന്ന് നോക്കുമ്പോൾ തുറന്ന മട്ടിലാണ് അലമാര കിടക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഒരു കട്ടിലുണ്ട്. അപ്പുറത്ത് ഒരു കസേരയുണ്ട്. അവിടെ ആ കസേരയോട് ചേർന്ന് കുറേയധികം തുണികളും മറ്റുമൊക്കെ കിടപ്പുണ്ട്. എന്ത് സംഭവിച്ചു എന്നതാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ചാണ് പോലീസും വിശദമായിട്ട് അന്വേഷിക്കുന്നത്. നിലവിൽ ഈ കടവന്ത്ര പോലീസ് മാൻ മിസ്സിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസിന് ഇത് സംബന്ധിച്ചുള്ള പരാതി അവർ കൈമാറുകയും ചെയ്തു എന്നാണ് കടവന്ത്ര പോലീസ് പറയുന്നത്. നിലവിൽ ഈ വിഷയത്തിൽ വിശദമായൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കലവൂരിലെ ആ പരിശോധനയും മറ്റുമൊക്കെ നടക്കുന്നത്. ഇനി എന്ത് സംഭവിച്ചു എന്നതാണ് ഇനി അറിയേണ്ടതും അതിൻ്റെ ദുരൂഹതകളടക്കം ഉള്ളത് മറനീക്കി പുറത്തു വരേണ്ടതും.